ക്രൈസ്റ്റ് വേൾഡിന്റെ വചനക്കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദ പുസ്തക വായന 848 ദിവസം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം. എന്നാൽ ഗോത്രങ്ങളുടെ പേരുകൾ ആവിത്: വടക്കേ അറ്റം മുതൽ ഹെത്ലോൺ വഴിക്കരികെയുള്ള ഹമാത്ത് വരെ, വടക്കോട്ട് ദമ്മേശേക്കിന്റെ അതിരിങ്കലുള്ള ഹസർ ഏനാനും, ഇങ്ങനെ വടക്ക് ഹമാത്തിന്റെ പാർശ്വത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളായി ദാന്റെ ഓഹരി 1. ദാന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ആശേരിന്റെ ഓഹരി 1. ആശേരിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ നഫ്താലിയുടെ ഓഹരി 1. നഫ്താലിയുടെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ മനശ്ശെയുടെ ഓഹരി 1. മനശ്ശെയുടെ അതിരിങ്കൽ കിഴക്കുഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ എഫ്രൈമിന്റെ ഓഹരി 1. എഫ്രൈമിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ രൂബേന്റെ ഓഹരി 1. രൂബേന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ യഹൂദയുടെ ഓഹരി 1. യഹൂദയുടെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ 25,000 മുഴം വീതിയും കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെയുള്ള മറ്റേ ഓഹരികളിൽ ഒന്നിനെ പോലെ നീളവും ഉള്ളത് നിങ്ങൾ അർപ്പിക്കേണ്ടുന്ന വഴിപാടായിരിക്കണം. വിശുദ്ധ മന്ദിരം അതിന്റെ നടുവിൽ ആയിരിക്കണം. നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന വഴിപാട് 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും ആയിരിക്കണം. ഈ വിശുദ്ധ വഴിപാട് പുരോഹിതന്മാർക്ക് ഉള്ളതായിരിക്കണം. അത് വടക്ക് 25,000 മുഴം നീളവും പടിഞ്ഞാറ് 10,000 മുഴം വീതിയും കിഴക്ക് 10,000 മുഴം വീതിയും തെക്ക് 25,000 മുഴം നീളവും ഉള്ളത് തന്നെ. യഹോവയുടെ വിശുദ്ധ മന്ദിരം അതിന്റെ നടുവിൽ ആയിരിക്കണം. അത് എന്റെ കാര്യവിചാരണ നടത്തുകയും ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയ കാലത്ത് ലേവ്യർ തെറ്റിപ്പോയതുപോലെ തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്ത സാദോക്കിന്റെ പുത്രന്മാരായി വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർക്ക് ഉള്ളതായിരിക്കണം. അങ്ങനെ അത് അവർക്ക് ലേവ്യരുടെ അതിരിങ്കൽ ദേശത്തിന്റെ വഴിപാടിൽ നിന്ന് ഒരു വഴിപാടും അതിപരിശുദ്ധവുമായിരിക്കണം. പുരോഹിതന്മാരുടെ അതിരിനൊത്തവണ്ണം ലേവ്യർക്ക് 25,000 മുഴം നീളവും 10,000 മുഴം വീതിയുമുള്ള ഒരംശം ഉണ്ടായിരിക്കണം. ആകെ 25,000 മുഴം നീളവും 20,000 മുഴം വീതിയും തന്നെ. അവർ അതിൽ ഒട്ടും വിൽക്കരുത്, കൈമാറ്റം ചെയ്യരുത്. ദേശത്തിന്റെ ആദ്യഫലമായ ഇത് അന്യർക്ക് കൈവശം കൊടുക്കുകയുമരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമല്ലോ. എന്നാൽ 25,000 മുഴം വീതിയിൽ ശേഷിച്ചിരിക്കുന്ന 5,000 മുഴം നഗരത്തിന് വാസസ്ഥലവും വെളിമ്പ്രദേശവുമായ സാമാന്യ ഭൂമിയും നഗരം അതിന്റെ നടുവിലും ആയിരിക്കണം. അതിന്റെ അളവ് ആവിത്: വടക്കേ ഭാഗം 4,500, തെക്കേ ഭാഗം 4,500, കിഴക്കേ ഭാഗം 4,500, പടിഞ്ഞാറേ ഭാഗം 4,500 മുഴം. നഗരത്തിനുള്ള വെളിമ്പ്രദേശമോ വടക്കോട്ട് 250, തെക്കോട്ട് 250, കിഴക്കോട്ട് 250, പടിഞ്ഞാറോട്ട് 250 മുഴം. എന്നാൽ വിശുദ്ധ വഴിപാടിന് ഒത്ത നീളത്തിൽ കിഴക്കോട്ട് 10,000, പടിഞ്ഞാറോട്ട് 10,000 മുഴം. ശേഷിപ്പുള്ളത് വിശുദ്ധ വഴിപാടിനൊത്തവണ്ണം തന്നെ ആയിരിക്കണം. അതിന്റെ അനുഭവം നഗരത്തിലെ കൃഷിക്കാരുടെ ഉപജീവനമായിരിക്കണം. ഇസ്രായേലിന്റെ സർവ്വഗോത്രങ്ങളിലും നിന്നുള്ളവരായ നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം. വഴിപാടിടം മുഴുവനും 25,000 നീളവും 25,000 വീതിയും ആയിരിക്കണം. നഗര സ്വത്തോടുകൂടെ ഈ വിശുദ്ധ വഴിപാടിടം സമചതുരമായി നിങ്ങൾ അർപ്പിക്കണം. ശേഷിപ്പോ പ്രഭുവിനുള്ളതായിരിക്കണം. വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വഴിപാടിടത്തിന്റെ 25,000 മുഴത്തിനെതിരെ കിഴക്കേ അതിരിങ്കലും പടിഞ്ഞാറ് 25,000 മുഴത്തിനെതിരെ പടിഞ്ഞാറേ അതിരിങ്കലും ഗോത്രങ്ങളുടെ ഓഹരികൾ കൊത്തവണ്ണം തന്നെ. ഇത് പ്രഭുവിനുള്ളതായിരിക്കണം. വിശുദ്ധ വഴിപാടിടവും വിശുദ്ധ മന്ദിരവുമായ ആലയവും അതിന്റെ നടുവിൽ ആയിരിക്കണം. പ്രഭുവിനുള്ളതിന്റെ നടുവിൽ ലേവ്യർക്കുള്ള സ്വത്ത് മുതൽക്കും നഗര സ്വത്ത് മുതൽക്കും യഹൂദയുടെ അതിരിനും ബെന്യാമീന്റെ അതിരിനും ഇടയിൽ ഉള്ളത് പ്രഭുവിനുള്ളതായിരിക്കണം. ശേഷമുള്ള ഗോത്രങ്ങൾക്കോ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ബെന്യാമീന് ഓഹരി 1. ബെന്യാമീന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ശിമെയോന് ഓഹരി 1. ശിമെയോന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ യിസ്സാഖാരിന് ഓഹരി 1. യിസ്സാഖാരിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ സെബുലൂന് ഓഹരി 1. സെബുലൂന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഗാദിന് ഓഹരി 1. ഗാദിന്റെ അതിരിങ്കൽ തെക്കോട്ട് തെക്കേ ഭാഗത്ത് അതിർ താമാർ മുതൽ മെരീബത്ത് കാദേശ് വെള്ളം വരെയും
മിസ്രയീം തോട് വരെയും മഹാസമുദ്രം വരെയും ആയിരിക്കണം. നിങ്ങൾ ചീട്ടിട്ട ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിക്കേണ്ടുന്ന ദേശം ഇത് തന്നെ. അവരുടെ ഓഹരികൾ ഇവ തന്നെ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നഗരത്തിന്റെ പരിമാണമാവിത്. വടക്ക് ഭാഗത്തെ അളവ് 4500 മുഴം. നഗരത്തിന്റെ ഗോപുരങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾക്ക് ഒത്തവണ്ണമായിരിക്കണം. വടക്കോട്ട് 3 ഗോപുരം. രൂബേന്റെ ഗോപുരം 1, യഹൂദയുടെ ഗോപുരം 1, ലേവിയുടെ ഗോപുരം 1. കിഴക്ക് ഭാഗത്ത് 4500 മുഴം. ഗോപുരം 3. യോസഫിന്റെ ഗോപുരം 1, ബെന്യാമീന്റെ ഗോപുരം 1, ദാന്റെ ഗോപുരം 1. തെക്ക് ഭാഗത്തെ അളവ് 4500 മുഴം. ഗോപുരം 3. ശിമയോന്റെ ഗോപുരം 1, യിസ്സാഖാരിന്റെ ഗോപുരം 1, സെബുലൂന്റെ ഗോപുരം 1. പടിഞ്ഞാറേ ഭാഗത്ത് 4500 മുഴം. ഗോപുരം 3. ഗാദിന്റെ ഗോപുരം 1, ആശേരിന്റെ ഗോപുരം 1, നഫ്താലിയുടെ ഗോപുരം 1. അതിന്റെ ചുറ്റളവ് 18,000 മുഴം. അന്നു മുതൽ നഗരത്തിന് യഹോവ ഷമ്മ, യഹോവ അവിടെ എന്ന് പേരാകും.